കണ്ണൂരിനെ കുറിച്ച് അതിവൈകാരിക കുറിപ്പുമായി കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നു. കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും കുറിപ്പിൽ പറയുന്നു. നിഖിൽ വിവരങ്ങളുമായിട്ട് ചേരുന്നു. നിഖിൽ, ഈ ഫേസ്ബുക്കിൽ തന്നെയല്ലേ ആ പോസ്റ്റ് വന്നിരിക്കുന്നത്? എന്താണ് അതിനകത്ത് ഉള്ളത്? മുഴുവനായിട്ടൊന്ന് വായിക്കും. വളരെ ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് കെ സുധാകരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ എന്നത് എന്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസ്സുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീട്ടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് കെ സുധാകരൻ അതിവൈകാരികമായിട്ട്, അങ്ങേയറ്റം വൈകാരിക ഭാഷയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കെ സുധാകരൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബ്ലൂ ടിക്കുള്ള ഫേസ്ബുക്ക് പേജിൽ 7 മിനിറ്റ് മുമ്പ് അദ്ദേഹം വളരെ വിശദമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നമുക്ക് സ്ക്രീനിൽ കാണാം. നിഖിൽ, ഇത് ഉറപ്പായിട്ടും അദ്ദേഹം അവിടെ നിന്ന് ബുദ്ധിമുട്ടിലായിട്ട് വന്നതാണ്. അദ്ദേഹം അവരോട് ഉടക്കിയിട്ട് വന്നതാണ്. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കും ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ പാർട്ടിയുടെ എം പിമാരാരും മത്സരിക്കേണ്ടതില്ല എന്ന തിട്ടൂരം വന്നാൽ തന്നെയും അതിനപ്പുറത്തേക്ക് തലയുയർത്തി താൻ നിൽക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഇതിനകത്ത് എവിടെയും മത്സരവുമായി ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സനീഷ, വരികൾക്കിടയിൽ അതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഒരുപക്ഷെ ആ പോസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അത് ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കെ സുധാകരൻ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങനെയൊരു നിലപാടെടുത്താണ്, ഇനി നിങ്ങളോട് ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാടെടുത്ത് തന്നെ കണ്ണൂരിലേക്ക് മടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അദ്ദേഹം ഈ മത്സരരംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വളരെ വികാരപരമായി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെ സമീപിച്ച് അത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് അങ്ങനെ പറയുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയ രക്തമാണ്, കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിനോട് അദ്ദേഹത്തിനുള്ള വൈകാരികമായ അടുപ്പം, ആ അടുപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. അത് ഉപയോഗപ്പെടുത്തണം കോൺഗ്രസ് എന്നൊരു സന്ദേശം അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിൽ പോലും പറയാതെ പറയുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. മാത്രമല്ല, ഈ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലായ്പ്പോഴും ഈ CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെ കണ്ണൂരിൽ പ്രതിരോധിച്ചത് കെ സുധാകരൻ മുന്നിൽ നിന്നാണ് എന്നുള്ളത് എല്ലാ കാലവും ചർച്ചയാകുന്ന വിഷയമാണ്. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തകരെയും താൻ സംരക്ഷിച്ചത് എന്ന് കെ സുധാകരൻ പറയുന്നു. അതേ പോസ്റ്റിൻ്റെ അവസാനം പലരും ഇതൊക്കെ മറന്നുപോയാലും തനിക്കിതൊന്നും മറക്കാനാവില്ല എന്നുകൂടി കെ സുധാകരൻ പറയുമ്പോൾ കോൺഗ്രസിന് വേണ്ടി താൻ അത്രയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് തന്നെയാണ് നമുക്ക് ആ വരികളിൽ കാണാനാവുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പറഞ്ഞ കാര്യം കൂടി നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന് വേണ്ടി ജീവനും ജീവിതവും ത്യജിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്താൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ കെ സുധാകരൻ വളരെ വൈകാരികമായി തന്നെ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ സനീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും സംരക്ഷിക്കാൻ എല്ലാ കാലത്തും മുന്നിൽ നിന്നയാളാണ് താൻ എന്ന് അദ്ദേഹം പറയുന്നു. അതൊക്കെ മറന്നുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിനെതിരെ തന്നെ അദ്ദേഹം പരോക്ഷമായി പറയുന്നു എന്ന് വേണം നമുക്ക് ഈ വരികളിൽ നിന്ന്
മനസ്സിലാക്കിയെടുക്കാൻ. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഈ എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എന്ന് വരെ കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി താൻ അത്രയധികം ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. തൻ്റെ ജീവനും ഈ വീടും വീട്ടുകാരും എല്ലാം അതിനൊന്നും പരിഗണിക്കാതെയാണ് പാർട്ടിക്ക് വേണ്ടി നിന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ കെ സുധാകരൻ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ഈ വൈകാരികമായി കുറിപ്പ് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ ആളുകളുടെ നിശ്ചയമായിട്ടും അത് സ്വാഭാവികമാണ്. 11 മിനിറ്റ് കൊണ്ട് 1300-ലേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലൈക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ കെ ജയേന്ദ്രനെ പോലെ ആ പ്രദേശത്തുള്ള നേതാക്കളടക്കമുള്ള ആളുകളുടെ ലൈക്ക് ഇപ്പോൾ തന്നെയും കാണാം എന്ന് നമ്മൾ കാണുന്നു. അവിടെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വളരെയേറെ പ്രവർത്തകരടക്കം ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇത് കെ സുധാകരൻ ഇങ്ങനെ വന്നിട്ട് ഈ ചർച്ച വാർത്തയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ കെ സുധാകരൻ ഇങ്ങനെ വളരെ വൈകാരികമായിട്ട് ഇങ്ങനെ എഴുതുന്നു. ഇപ്പോൾ നിഖിൽ അക്കാര്യം പറഞ്ഞല്ലോ, അതായത് എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ അത് സാധാരണ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് അങ്ങനെ കുറിപ്പൊന്നും എഴുതാത്താണ്. ഇതിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതി എന്നൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പക്ഷേ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സർപ്പിച്ചിട്ടുള്ള ഒരു സമ്മതം ഉള്ള വരികളാണല്ലോ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രയ്ക്ക് വൈകാരികമായിട്ട് അത് എഴുതുന്നു എന്ന് വെച്ചാൽ ഏതോ നിലക്ക് അദ്ദേഹം വല്ലാത്ത തോതിൽ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിലെ കാര്യം. ഇതിലിപ്പോൾ പറയുന്ന എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നു, അദ്ദേഹം ഞാൻ ജീവനും രക്തവും നൽകി കെട്ടിപ്പടുത്തതാണ്, കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസാണ്, കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കണ്ണൂരിലെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. അതിലെ ഭാഷയുടെ വൈകാരികതയൊക്കെ സംബന്ധിച്ച ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയാം എന്നല്ലാതെ, പക്ഷേ അദ്ദേഹം അതിനകത്ത് അർത്ഥമാക്കുന്നത് നിശ്ചയമായിട്ടും വസ്തുതാപരമാണ്. അവിടെ അതിശക്തമായിട്ട് CPIM അവരുടെ രാഷ്ട്രീയ ശക്തി വ്യാപിപ്പിച്ചിരിക്കുന്ന കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ്, അതിനകത്ത് ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ വല്ലാത്തോതിൽ നടക്കുന്ന കാലത്ത് അവിടെ കോൺഗ്രസ് നേതാവായിട്ട് നിന്ന അതിശക്തരായിട്ടുള്ള നേതാവാണ് കെ സുധാകരൻ എന്ന കാര്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് എത്രമാത്രം കരുത്തുള്ള പാർട്ടിയാണ് CPIM, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കണ്ണൂർ ജില്ലയിലാകെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ കെ സുധാകരൻ എന്ന നേതാവിൻ്റെ മേൽവിലാസത്തിലാണ്. നിശ്ചയമായിട്ടും കോൺഗ്രസ് ഒരു വലിയ സംഘടനയാണ്, പ്രസ്ഥാനമാണ്, നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ മുന്നിൽ നിന്ന് അവിടുത്തെ രീതിക്കനുസരിച്ച് നയിച്ച ആളാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. അദ്ദേഹം ആ നിലക്കാണ് കേരളത്തിലെ ആകെപ്പാടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ വികാരമായിട്ട് മാറിയത്. കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് മാത്രമായിരുന്നു കെ സുധാകരൻ്റെ ദീർഘമായിട്ടുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. കണ്ണൂർ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതാവ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരളം ആകപ്പാടെയുള്ള അദ്ദേഹത്തിൻ്റെ വിലാസം. കണ്ണൂരിൽ കാലുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം കേരളത്തിലെ ആകെ ഒരു സുപ്രധാന നേതാവായിട്ട് വളർന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതകളെ CPIM-നും BJP-ക്കും ഉള്ള സവിശേഷതകളെ അതേക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് എന്ന് പറയാവുന്ന വിധത്തിൽ സ്വായത്തമാക്കിയ ആളാണ് കെ സുധാകരൻ. അതേക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് എന്ന് വെച്ചാൽ അതിനർത്ഥം BJP-യുടെയും കോൺഗ്രസിൻ്റെ, ഇപ്പോൾ BJP മാറ്റി നിർത്താം, അവിടെ BJP നമ്മൾ കാണുന്ന അത്രയ്ക്ക് വലിയ ശക്തിയല്ല, നമ്മൾ പുറത്ത് കേൾക്കുന്ന അത്രയ്ക്ക് വലിയ ശക്തിയല്ല. അവിടെ BJP CPM സംഘർഷമൊക്കെ വലുതായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ CPIM എപ്പോഴും അവരുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നതാണ്. അവർക്ക് എപ്പോഴും പ്രധാനപ്പെട്ട വലിയ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വരെയുള്ള ഒരുപാട് വലിയ നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കളക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പും കളക്റ്റീവായിട്ടുള്ള ഒരു വലിയ കരുത്തുമാണ്. പക്ഷേ കെ സുധാകരൻ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ഒരു വലിയ നേതാവ് എന്ന നിലക്കാണ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം, ഉള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെയും കണ്ണൂരിൽ നിന്നാണ്. കെ സുധാകരനെ തൊട്ട് രണ്ടാമനായിട്ട് കണ്ണൂർ ജില്ലാ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന, ജില്ലാ DCC-ലൊക്കെ ഉണ്ടായിരുന്ന സണ്ണി ജോസഫ് അവിടെ ഉള്ളപ്പോൾ തന്നെയും. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിധിവരെ ഈ പറയുന്ന കരുത്ത് എന്നതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അർത്ഥത്തിലടക്കം ഉണ്ടായിരുന്നയാളാണ് കെ സുധാകരൻ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് എതിരാളികളും മറ്റും പറയുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. അദ്ദേഹം പഴയ പോലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ തടസ്സമുണ്ടെന്ന് പറയുന്ന ആളുകൾ പാർട്ടിക്കകത്ത് തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന വൈകാരികതക്കപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വസ്തുതാപരമാണ് എന്ന് മനസ്സിലാക്കുകയാണ് രാഷ്ട്രീയ കേരളം നിരീക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം പറ്റുക. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കെ സുധാകരന് സീറ്റ് കിട്ടുകയില്ല. കെ സുധാകരൻ അതിലെ വിയോജിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിശക്തമായിട്ടും വൈകാരികമായിട്ടും. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം, MP-മാരിലെ ഇദ്ദേഹത്തിന് മാത്രം ഇളവ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കും പ്രശ്നത്തിലേക്കും ചെന്നപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു കീറാമുട്ടി എന്ന് ഈ ഘട്ടത്തിൽ കാണാവുന്ന ഒരു പ്രതിസന്ധിയെ കോൺഗ്രസ് ലീഡർഷിപ്പിന് മുമ്പിൽ, അതായത് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ തന്നെയും വെച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇപ്പോൾ ഇങ്ങനെയൊരു വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു
ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. നിഖിൽ അളവൂർ എവിടെ നിന്ന് ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഖില്, എപ്പോഴാണ് അദ്ദേഹം നമ്മളെ കാണുന്നുണ്ടോ? കൊലപാതകത്തിന്റെ വക്കിലോളം എത്തി നിൽക്കുമ്പോഴും ഞങ്ങളെ സനീഷ്, അദ്ദേഹം കാണുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകർ ഒരുപാട് പേർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം എന്നാണ് തോന്നുന്നത്. സഹോദര, നിങ്ങൾ തിരിച്ചു കൊടുത്ത് ഒന്നെങ്കിലും തിരിച്ചു കൊടുത്തോ CPM-കാർക്ക് എന്ന് ചങ്കൂറ്റത്തോട് ചോദിക്കുന്ന ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ KS മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പിന്നിലാണ്, അദ്ദേഹത്തെ കണ്ടാണ് ഞങ്ങളൊക്കെ കോൺഗ്രസിൽ നിൽക്കുന്നത്. അദ്ദേഹം മത്സരിക്കണം എന്ന ആവശ്യം തന്നെയാണ് നിങ്ങൾക്ക് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കണം. കാരണം അത്രമാത്രം ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി. അതുകൊണ്ട് പറയുന്നു, അദ്ദേഹം എടുക്കുന്ന വാക്കുകൾ അത് പാർട്ടി അംഗീകരിക്കണം. അദ്ദേഹം അത്രമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും യാത്ര ചെയ്യാനോ ഈ വീടുകളിൽ കിടന്നുറങ്ങാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ പ്രവർത്തകന്മാർക്ക് വേണ്ടി മാഹി പാലത്തിന്റെ മുന്നിൽ ചേതനയേറ്റ കോൺഗ്രസ് പ്രവർത്തകന്മാർ മൃദുശരീരം കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുണ്ടും മാടിക്കെട്ടിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച CPM ബോംബുമായി വാളുമായി വഴിനീളെ നിൽക്കുമ്പോൾ, ബോഡി കൊണ്ടുപോകുമ്പോൾ നിൽക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പിന്നിൽ നിർത്തി മുന്നിൽ നിന്ന KS-നെ ഒരു അപമാനിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ വാക്കാണ്. കണ്ണൂർ ജില്ലയിലായാലും കേരളത്തിലായാലും കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. ആ വികാരത്തിന്റെ പരം കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ്കാർ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ നേതാക്കൾ ഇപ്പോൾ ഉള്ള നേതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നൊരു വിമർശനം ഉണ്ടോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിങ്ങൾ? നേട്ടങ്ങൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചില ആളുകൾ. ചില വലിയ നേതൃത്വത്തിലെത്തിയവർ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അപമാനിക്കാനും അദ്ദേഹത്തെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുക്കി ഇതാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പട്ടികയിൽ കെ സുധാകരൻ ഇല്ല എന്നുള്ളതാണ് വരുന്നത്. ആ പട്ടികയിൽ എന്ത് തന്നെയാലും നേതൃത്വം മാറ്റം വരുത്തേണ്ടി വരും. അത്രയും ജനങ്ങളുടെ സുധാകരന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സാധാരണ ജനങ്ങളാണ്. അവിടെ രാഷ്ട്രീയമില്ല, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP ഒന്നും ഇല്ലാതെ സകലമാന ജനങ്ങളും അദ്ദേഹത്തിന്റെ പിന്നിലാണ്. സാധാരണക്കാർ അദ്ദേഹത്തിന് പിന്നിലിരിക്കാൻ കാരണം നിങ്ങൾക്കറിയോ, ഈ വീട്ടുമുറ്റത്ത് അദ്ദേഹം MP ആയിരുന്ന സമയത്തും MP അല്ലായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഈ വീട്ടുമുറ്റത്ത് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഏത് നേതാക്കന്മാരെ വീട്ടുമുറ്റത്താണ് ഇത്രയും ആൾക്കാരെ കാണുക? അദ്ദേഹം ചെയ്തോട്ട് ആത്മവിശ്വാസം കൊണ്ടല്ലേ പോകുന്നത്. സുധാകരൻ ഇല്ലെങ്കിൽ ഇനി എന്താണ് തുടർന്ന് നിങ്ങളുടെ നീക്കം? സുധാകരൻ അങ്ങനെ പിന്മാറിപ്പോകുന്ന ആളൊന്നുമില്ല. പക്ഷേ സുധാകരനെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ പ്രവർത്തകന്മാർ തയ്യാറാണ്. സുധാകരന് വേണ്ടി. സുധാകരൻ എന്നൊരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാവും. തീരുമാനം എടുത്താലും ഏത് പാതാളത്തിൽ പോകാൻ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും ഞങ്ങളെപ്പോലുള്ളവർ. അത് പ്രതിഷേധമുണ്ടാവല്ലോ, രണ്ട് വശം എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറയുന്ന എതിരാളികളും ഇതിൽ നിന്ന് കുറച്ച് എരിവും പുളി കൂട്ടും. ആ രീതിയിൽ മാത്രമേ അദ്ദേഹം എന്ത് തീരുമാനം എടുത്താൽ, ഒരിക്കൽ കൂടി പറയുന്നു, അദ്ദേഹം ഏത് പാതാളത്തിൽ പോകാൻ പ്രവർത്തകന്മാരോട് പറഞ്ഞാലും പാതാളത്തിൽ ഞങ്ങൾ പോകും. അവിടെ കെ സുധാകരന്റെ വീട്ടിന് മുന്നിലാണ് പ്രവർത്തകരുടെ വൈകാരിക പ്രകടനം നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് അങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിക്കാനുള്ള അവസരമായത്, അങ്ങനെ ഒരു അവരെ ആ വൈകാരികതയെ തള്ളിവിട്ടത് കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹവും വളരെ വൈകാരികമായിട്ടാണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് തൻ്റെ ഹൃദയരക്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, അവിടെ കെ സുധാകരൻ്റെ വീട്ടിലാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഉള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നായിരിക്കുമല്ലോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് മുന്നിൽ വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോയല്ലോ അല്ലേ? ഇതിപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാതെ ഇനിയിപ്പോൾ MP-മാരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എന്തായിരിക്കും അവർ ചെയ്യുക? സനീഷ്, അതുതന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമൊന്നും ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം. ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല, അത്തരൊരു അഭിപ്രായം തങ്ങൾക്കില്ല എന്ന തലത്തിലേക്ക് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ഇപ്പോൾ ശശി തരൂരിൻ്റെ വസതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുള്ളത്. അവിടെ തന്നെയാണ് KC വേണുഗോപാലുള്ളത്. കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചർച്ച എന്താണ് വേണ്ടത്, അത് കഴിഞ്ഞ് പാർലമെൻറ്റ് ഹൗസിൽ വെച്ച് 12 മണിക്ക് രമേശ് ചെന്നിത്തല
KC വേണുഗോപാൽ, അതേപോലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റായ്ബറയിലേക്ക് പോകും. അതിൻ്റെ മുമ്പേ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. കാരണം സുധാകരനെ അനുനയിപ്പിക്കുക ആദ്യത്തെ പടി, അതിനുശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുധാകരനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന MP-മാരുമായിട്ടും ചർച്ച നടക്കുന്നുണ്ട്. MK രാഘവൻ, അതേപോലെ തന്നെ അടൂർ പ്രകാശ് എന്നിവരുമായിട്ട് ഇന്ന് ഇരുവരും കൂടിക്കാഴ്ച നടത്തും. ആന്റോ ആന്റണിയുമായിട്ട് അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിരുന്നു. സണ്ണി ജോസഫ് ആവട്ടെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. ഏതായാലും ഇതൊരു കോൺഗ്രസിൽ ഒരു ഭൂകമ്പം വരുത്തി സുധാകരൻ്റെ ഇന്നലത്തെ ക്ഷുഭിതമായ തിരിച്ചുപോക്ക് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന്, അവരുടെ ശരീരഭാഷ, നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 11 മണിക്ക് വെച്ച സ്ക്രീനിംഗ് കമ്മിറ്റി 2 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി 2 മണിക്കായിരിക്കും യോഗം ചേരുക. അത് മിശ്രയുടെ ഓഫീസിൽ നിന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 2 മണിക്ക് മാറ്റിയതായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ കോൺഗ്രസിലെ എല്ലാ കാര്യങ്ങളും ശുഭമായി പോരുന്നു. ഇന്നലെ സണ്ണി ജോസഫ് പ്രതികരിച്ചത് അതായത് തിങ്കളാഴ്ചയോടുകൂടി തങ്ങൾ എല്ലാവിധ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിടും, MP-മാർ മത്സരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല എന്തൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുധാകരൻ എന്നുള്ള വ്യക്തി ഇതിനെയൊക്കെ തകിടം മറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ തന്നെ കീഴടങ്ങില്ല, തന്നോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ ഉറപ്പ് പാലിക്കണം എന്നുള്ളതാണ് സനീഷ്. ഏതായാലും സുധാകരന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. കാരണം അതും വളരെ വലിയൊരു അലോസരമായി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. നിഖിൽ അളവൂർ എന്തായാലും സുധാകരന്റെ വീടിന് മുന്നിലുണ്ട്. എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ്റെതായിട്ട്, കെ സുധാകരൻ്റെതായിട്ട്, ഇന്നലെ LDF-ന് G സുധാകരനാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയതെങ്കിൽ ഇന്ന് UDF-ന് കെ സുധാകരനാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. G സുധാകരൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് അവരുടെ CPIM-ൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരിക എന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. G സുധാകരൻ്റെ കാര്യത്തിൽ ആ കാര്യം വാർത്ത സമ്പൂർണ്ണമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മത്സരിക്കും എന്ന കാര്യം ഉറപ്പായി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. ആ ബുദ്ധിമുട്ട് എത്രത്തോളം പോകും എന്ന കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനൊരു സമ്പൂർണ്ണമായിട്ടുള്ള പിക്ചറുണ്ട്. പക്ഷേ കെ സുധാകരൻ ഉണ്ടാക്കുന്ന ഈ ബുദ്ധിമുട്ട് ഏത് നിലക്കാണ് UDF തരണം ചെയ്യുക എന്ന് നമുക്കറിയില്ല. ഏതായാലും MP-മാർ ആരും മത്സരിക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് അയവുണ്ടായി എന്നൊരു തോന്നലുണ്ടാക്കുന്ന പ്രതികരണം നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു MP-മാർ ആരും മത്സരിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടില്ല. മത്സരിക്കണോ മത്സരിക്കണ്ടയോ എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. ഏതായാലും ഇപ്പം കെ